നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ഒരു നിരീശ്വരവാദി വന്നിട്ട് നിങ്ങളോട് പറയാണ് ദൈവമില്ല എന്ന് പറയുകയാണെങ്കിൽ, നിരീശ്വരവാദത്തെക്കുറിച്ച് ഒരു പുസ്തകവും വായിക്കാത്ത, ഒരു പ്രസംഗവും കേൾക്കാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ തന്നെ ചില മറു ചോദ്യങ്ങൾ വരുന്നില്ലേ? അല്ലേ? ഒരു വായനയും ഒരു പഠനവും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. ശരി, ദൈവമില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഒന്നുമില്ലായ്മയിൽ നിന്നും എങ്ങനെ ഇതൊക്കെ ഉണ്ടായി എന്ന ചോദ്യം സ്വാഭാവികമായും മനുഷ്യന്റെ ഫിത്രയിൽ നിന്ന്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിൽ നിന്ന്, മനുഷ്യന്റെ ശുദ്ധമായ യുക്തിയിൽ നിന്ന് കടന്നു വരും. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇന്നേ വരെ ഒരു നിരീശ്വരവാദിക്കും സാധ്യമായിട്ടില്ല. വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യമാണത്. നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയുന്നത്? വിശുദ്ധ ഖുർആൻ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായോ? ആ ചോദ്യത്തിന് ഇന്നും ഈ 21-ാം നൂറ്റാണ്ടായി ശാസ്ത്രം വികസിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ പോലും ഒരു യുക്തിവാദിക്കും അതിനെ കൃത്യമായ യുക്തിപരമായി ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. എങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തൊക്കെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന ചോദ്യത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്ക് ഇതിനെക്കുറിച്ച് കാര്യമായി പഠിക്കാത്ത ആളുകൾക്ക് പോലും സ്വാഭാവികമായി വരുന്ന മറുചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും നിരീശ്വരവാദത്തിന് സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് നിരീശ്വരവാദത്തിന് ഒരു വാദം എന്ന നിലക്ക്, ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് മനുഷ്യരെ സ്വാധീനിക്കാൻ പറ്റാതെ പോകുന്നത്.